ചക്കയെ കുത്തുന്ന വർത്താനം പറയാറുള്ളൂ. ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അങ്ങേരുടെ കയ്യിൽ ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശ് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ കുത്തരങ്ങ് പണിയും? ഇത് നല്ല കുത്ത് ഒന്നുകളെ തല്ലിക്കൊല്ലു. എന്നെ കൊണ്ടിട്ട് എന്ത് കിട്ടാനാ? നാട്ടുകാരോ നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലു. സാറേ അങ്ങനെ ഇവിടെ അവിടെ അവിടെ അവരെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ശരി, ഇത് വൈഫിന്റെ ഒരു വഴിപാട്. ഈ വഴിപാട് ഹരിവിന് പോകും. ഞാൻ വന്നിട്ട് കുറെ നേരമായി. അവിടെ ആണെങ്കിൽ കൂത്തരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട്. ഇവരെനിക്ക് ഒരു സ്വീകരണം നല്ല സ്നേഹമുണ്ട്. സ്നേഹിച്ചാൽ ഇതിനൊക്കെ തിന്ന് വെറുതെകളയില്ല, ചവച്ച് ചവച്ച് അരച്ച് തിന്ന്. ആ അതെ, പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇല്ല, പണ്ടൊക്കെ പണി നടക്കൂ. അഭ്യാസാറേ എവിടെ പോവുക? അഭ്യാസാറേ ഇവിടെ ഒരു രഹസ്യ കൂത്തരമുണ്ട്. നമുക്ക് അതുകൊണ്ട് പൊളിച്ചാൽ പൊളിച്ചിട്ട് പോരെ. ഇനി ഇതുകൂടെ പൊളിക്കണോ? വലിപ്പം പോലോ നമുക്ക് കുറച്ചോ വലുതാക്കാം. അല്ലയാ, ഇതിന്റെ ആൾ ഇദ്ദേഹം അല്ല. ആളുകൾ ഇതിന്റെ വാരേതാ? അതെ, ഒരു കിഴിവൊന്നും പത്തവർക്ക് എത്തിയല്ല. ഇവിടുത്തെ കിഴിവാക്കി ഞാൻ അന്നത്തറയിൽ വെച്ചോണ്ട് ഇരുന്നോളാം. ഈ കൊണ്ടി ഇവിടെ ഇരുന്നാ മതിയോ? എടോ, കാശില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അവരുടെ തല്ലി തല്ലി കൊല്ലും. എന്നാ കിഴി ഇവിടെ കിട്ടും. അത് തലയെ വെച്ചോണ്ടിരുന്നാ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഒരു വഴിപാടൊക്കെ. എന്താ പറഞ്ഞ വഴിപാട്? അതെ, വഴിപാട്. ഈ റോഡ് ക്ഷേത്രം വരെ ടാർജയാണുള്ള ഒരു വഴിപാട്. ആരുടെ? ഒരു മുതലാളിയുടെ. ചതിച്ചു. ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ ഈ വഴി വെട്ടിക്കൊടുക്കല്ലേ? എന്താ കാര്യം? കാര്യമുണ്ട്. ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി തുടങ്ങിയത്? അല്ല, ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരുമെന്നാ മുതലാളി പറഞ്ഞു. അയാള് മുതലാളി അല്ല, ദേശം ബുദ്ധിത്രമുള്ള ആളാ.